ഹായ് ഫ്രണ്ട്സ്, LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ന്യൂ SCERTയിൽ നിന്ന് 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അത് സ്റ്റാൻഡേർഡ് 7ലെ ലെസണാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 7ലെ ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മറ്റൊരു ലെസൺ കൂടി പഠിക്കാനുണ്ട്. അത് 8th സ്റ്റാൻഡേർഡിലെ 8th ലെസണാണ് ന്യൂ SCERT ദേശീയ പ്രസ്ഥാനവും കേരളവും. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ന്യൂ SCERT ഭാഗത്ത് പഠിക്കേണ്ടത്. ഓൾഡ് SCERTയിൽ നിന്നും 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ടോപ്പിക് വൈസായിട്ട് തന്നെയാണ് സോഷ്യലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോപ്പിക് വൈസായിട്ട് SCERT കവർ ചെയ്തതിന് ശേഷം മാത്രം എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസും കൂടി നമ്മൾ കവർ ചെയ്ത് പോകും കേട്ടോ. നമ്മളുടെ ചാനലിൽ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കുന്ന ഒരു രീതിയല്ല. കുറേശ്ശെ കാര്യങ്ങൾ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട്, മാർക്ക് ഡിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വാരി വലിച്ച് ഒരുപാട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല അല്ലേ. ഒരു സ്മാർട്ടായിട്ട് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നല്ല രീതിയിൽ പഠിച്ചു തീർക്കാനാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ചെയ്യേണ്ടത്. കാർഡ് അടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന രീതിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. നമുക്ക് വലിച്ച് നീട്ടി പറയണ്ട, ക്ലാസ്സിലേക്ക് വരാം. 4th ലെസൺ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, സ്റ്റാൻഡേർഡ് 7 ന്യൂ SCERT. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചിട്ട് വന്നാലോ നോക്കാം. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പി കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കമായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിൽ നിന്ന് ഉള്ള കുറച്ച് വരികളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് അല്ലേ. അപ്പോൾ സമൂഹത്തിൽ അതുപോലെ പല വിഭാഗങ്ങൾ അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വരികളിലൂടെ വായിച്ച് മനസ്സിലാക്കിയത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അനീതിക്ക് ഒരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. അപ്പോൾ സാമൂഹിക നീതി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത കുറച്ച് മഹത് വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം എന്താണ് എന്നാദ്യം നോക്കാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം എന്ന് പറയുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് ടേം. ഓക്കെ, അപ്പോൾ അരികുവൽക്കരണം എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അരികുവൽക്കരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ കാരണവും ഉണ്ടാകാം, അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കാരണവും എന്തുണ്ടാവാം, അരികുവൽക്കരണം സംഭവിക്കാം. അപ്പോൾ
ഈ പ്രകൃതി ദുരന്തങ്ങൾ കാരണം എങ്ങനെയൊക്കെയാണ് അരികുവൽക്കരണം സംഭവിക്കുന്നത്? വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ, ഫോർ എക്സാമ്പിൾ യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് അരികുവൽക്കരണത്തിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ കാരണവും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കാരണവും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ കാരണങ്ങൾ കൊണ്ട്, യുദ്ധം, അപകടം, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. കൂടാതെ ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അങ്ങനെയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഈ അരികുവൽക്കരണം സംഭവിക്കുന്ന ജനതയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നൊരു ബോക്സിലോട്ട് തന്നിരിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കറിയാം ഊരൂട്ടമ്പലം എന്നും പഞ്ചമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആരെയും ഓർമ്മ വരുന്നത്? അയ്യങ്കാളിയാണ്, അല്ലേ? ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പേര് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി? അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്ന് ആക്കിയിട്ട് മാറ്റി. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് UP എസിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവെച്ചു. പകുതി കത്തിയ ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും ആ ഒരു സ്കൂളിൽ ഉണ്ട്. ആ ഒരു സ്കൂളിന്റെ മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിന് പുതിയ പേര് കൊടുത്തു, അല്ലേ? എന്താണ് പേര്? ഊരൂട്ടമ്പലത്തിലെ സർക്കാർ UP വിദ്യാലയത്തിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് പുതിയ പേര് കൊടുത്തു. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ദളിത് വിഭാഗങ്ങൾക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പൊതുവഴിയിൽ കൂടി യാത്ര ചെയ്യാനോ വസ്ത്രങ്ങൾ ധരിക്കാനോ പിന്നെ വിദ്യാഭ്യാസം നേടാനോ ഒന്നും അവകാശം ഉണ്ടായിരുന്ന ഒരു കാലം ആയിരുന്നില്ല ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യ അവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. കണ്ടോ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ സന്ദേശമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ സിലബസിലെ നവോത്ഥാനം എന്ന ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ആദ്യം പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? മാർജിനലൈസേഷനെ കുറിച്ചാണ്, അല്ലേ? എന്തൊക്കെയാണ് മാർജിനലൈസേഷന് കാരണമായിട്ടുള്ളത്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രകൃതി നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ കാരണവും അരികുവൽക്കരണം സംഭവിക്കുന്നവരുണ്ട്. അരികുവൽക്കരണം സംഭവിച്ച ജനത ഏതൊക്കെയാണ്? സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും പിന്നെ ആരാണ്? ജയിൽ മോചിതരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ വന്നത് എങ്ങനെയാണ്? ആ ഒരു അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടാതെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു കാര്യങ്ങളൊന്നും നടന്നു കിട്ടാതിരുന്ന ജനതയെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച കുറേ നവോത്ഥാന നായകന്മാരെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് CRT കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി ജ്യോതിറാവ് ഫുലെ, നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. ജ്യോതിറാവ് ഫുലെ. അപ്പോൾ CRT ഓറിയന്റഡ് ആയിട്ടുള്ള നവോത്ഥാന നായകനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും നമ്മളത് പഠിച്ചിരിക്കണം.
അപ്പോൾ ജ്യോതിറാവ് ഫുലെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1827 മുതൽ 1890 വരെയാണ്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പോൾ ദളിത് എന്ന പദത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പോൾ ജ്യോതിറാവ് ഫുലെയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. എന്താണ് ഈ ദളിത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പോൾ ഈ ഒരു വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1827 മുതൽ 1890 വരെയാണ്. അപ്പോൾ ഈ പോയിന്റ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത വ്യക്തിയിലേക്ക് വരാം. സാവിത്രിഭായ് ഫുലെ എന്താണ്? പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1831 മുതൽ 1897 വരെയാണ്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുകയും ആയി. അപ്പോൾ സാവിത്രിഭായ് ഫുലെയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 1831 മുതൽ 1897 വരെയാണ് അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. നിശാ പാഠശാലകൾ സ്ഥാപിച്ചുകൊണ്ട് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ഇവർ. പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? വിദ്യാലയം കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ആ വിദ്യാലയത്തിലെ പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ. വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. ഓക്കെ. അതുപോലെ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത വ്യക്തിത്വം ആരാണ്? സാവിത്രിഭായ് ഫുലെയാണ്. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിലാണ്. അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്ന വ്യക്തി. ഇനി അടുത്തതാരെക്കുറിച്ചാണ്? പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? PSC പലതവണ ചോദിച്ചതാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളാണ് ഇദ്ദേഹം. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹിക വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പെരിയാർ. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ് അല്ലേ. 1879 മുതൽ 1973 വരെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. ദളിതരെ പോലെ തന്നെ സാമൂഹിക അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. നമ്മളത് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അരികുവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്നവരാണ് ഈ ഗോത്ര ജനതയിലുള്ളവർ. സ്വന്തമായിട്ട് അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും ഒക്കെ പിന്തുടരുന്നവരാണ്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുകൊണ്ടാണ് അവർ അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറിയത്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ഒരു ഭാഗം. നമ്മൾ ഗോത്ര ജനതയെക്കുറിച്ചാണ് പറഞ്ഞത്. അവരെങ്ങനെയാണ് മാർജിനലൈസേഷന് വിധേയമായത് എന്നാണ് പറഞ്ഞത്. എന്താണ്? കാടുകളിൽ അല്ലെങ്കിൽ ആ കാടുകളെ ആശ്രയിച്ച് വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്. പിന്നെ അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിലൊക്കെ പൂർണ്ണ അധികാരം അവർക്ക് തന്നെയായിരുന്നു. എന്നാൽ ക്രമേണ അത് നഷ്ടമാവുകയും അതുമൂലം ആ ഒരു സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് എങ്ങനെയാണ്? പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്നവരാണ് അവർ. സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച്
ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അല്ലേ. അവർക്ക് അവരുടേതായ കുറേ കൃഷി രീതികളും കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ തനത് ജീവിത ശൈലി നിലനിർത്തിക്കൊണ്ട് പോരുന്ന ആളുകളാണ് ആര്? ഗോത്ര ജനത എന്ന് പറയുന്നത്. ഇനി വെറിയൻ എൽവിൻ ആരാണ്? ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയൻ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വെറിയൻ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ. ഈ പേര് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വെറിയൻ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇദ്ദേഹം എന്താ ചെയ്തത്? ഇവരുടെ അല്ലെങ്കിൽ ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ് വെറിയൻ എൽവിൻ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1902 മുതൽ 1964 വരെയാണ്. പേരോർത്ത് വയ്ക്കുക, വെറിയൻ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ജീവിത സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച നരവംശ ശാസ്ത്രജ്ഞനാണ് ആര്? വെറിയൻ എൽവിൻ. ക്ലിയർ അല്ലേ? സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ളവരാണ് ഗോത്ര ജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാര് ഉണ്ട്. ഇനി നമുക്കിവിടെ ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ച് തന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പന്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ എ അയ്യപ്പനാണ്. അതുപോലെ ഗോത്ര ജനതയെക്കുറിച്ചുള്ള പഠനം നടത്തിയത് വെറിയൻ എൽവിൻ ആണ്. വെറിയൻ എൽവിൻ എന്ത് ചെയ്തു? ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം നൽകിയ വ്യക്തിയാണ് ആര്? വെറിയൻ എൽവിൻ. ഇനി നഞ്ചിയമ്മയെ കുറിച്ച് നമുക്കറിയാലോ. എന്താ നമുക്ക് ഓർമ്മ വരിക? അവരാ ഒരു പേര് കേൾക്കുമ്പോൾ കളക്കാത്ത സന്തനമേറെ വെകുവോരോ പുത്തിരിക്കോ അല്ലേ? അപ്പോൾ ആ ഒരു പാട്ട് നമുക്കറിയാം. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വെകുവോര പുത്തിരിക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങി അല്ലേ. 2020 പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ഇരുള വിഭാഗത്തിൽ നിന്ന് നഞ്ചിയമ്മയ്ക്കാണ് രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. വർഷം 2020. ഓർത്തുവച്ചേക്കുക. അടുത്ത ഭാഗം, വൈവിധ്യമാർന്ന വാദ്യ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. അപ്പോൾ ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, പെറേ, തുടി, ദവിൽ ഇതൊക്കെ എന്താണ്? അവരുടെ സംഗീത ഉപകരണങ്ങളാണ്. അതുപോലെ നാട്ടിപ്പണി കണ്ടോ, അവരുടെ വർക്കിന് അല്ലെ അവരുടെ കൃഷി രീതിയാണ് അല്ലെങ്കിൽ കൃഷിയിൽ എൻഗേജ്ഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നാട്ടിപ്പണി എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇനി സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. നോക്കിയേ, അപ്പോൾ ഇവിടെ നമ്മൾ നിലമ്പൂർ ആയിഷയെക്കുറിച്ച് അവരുടെ കുറച്ച് അനുഭവങ്ങളാണ് ഈ പറയുന്നത്. നോക്കാം നമുക്ക്. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു.
വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുൻപേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരുപക്ഷെ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. കണ്ടോ, നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ആ ഒരു കൃതിയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ. അവരുടെ ആത്മകഥയായിരിക്കാം അല്ലേ. അപ്പോൾ അവരുടെ ആത്മകഥയിൽ നിന്ന് ഉള്ള വരികളാണ്. നിലമ്പൂർ ആയിഷയുടെ ഓരോ അനുഭവക്കുറിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത്. നോക്കാം. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇനി നമ്മൾ നവോത്ഥാന നായികമാരെ കുറിച്ചാണ് നോക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച കുറച്ചധികം നവോത്ഥാന നായികമാർ ആരൊക്കെയാണെന്ന് നോക്കാം. പണ്ഡിത രമാഭായി ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ച ചോദ്യമാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാഭായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് പണ്ഡിത രമാഭായി. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവുമായിരുന്നു പ്രധാന പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും അതിന് പ്രശ്നപരിഹാരത്തിൽ ഏർപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് പണ്ഡിത രമാഭായി. അവരുടെ കാലഘട്ടം 1858 മുതൽ 1922 വരെയാണ്. ഇനി നോക്കൂ, ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തിത്വമാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അവരുടെ ജീവിത കാലഘട്ടം 1886 മുതൽ 1976 വരെയാണ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ഒരു MBBS ബിരുദം കരസ്ഥമാക്കി. അങ്ങനെ കേരളത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഓക്കെ. കൂടാതെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടി ആയിരുന്നു. ഇനി നമുക്ക് EK ജാനകി അമ്മാളിനെ കുറിച്ച് നോക്കാം. EK ജാനകി അമ്മാളിൻ്റെ കാലഘട്ടം 1897 മുതൽ 1984 വരെയാണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച് വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിലാണ് ജനിക്കുന്നത്. പ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? EK ജാനകി അമ്മാളാണ്. തലശ്ശേരിയിൽ ജനിച്ച സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലായിരുന്നു. 1977 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഓക്കെ. ഇനി സ്ത്രീകൾക്ക് പുറമെ മാർജിനലൈസേഷൻ നേരിടുന്ന മറ്റൊരു കൂട്ടരാണ് ട്രാൻസ്ജെൻഡേഴ്സ് നോക്കാം. ഇനി എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത്
ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019 സെക്ഷൻ 2 ക്ലോസ് കെ അനുസരിച്ച് ട്രാൻസ്ജെൻഡർ എന്ന ടേമിൻ്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അതിൽ ട്രാൻസ്ജെൻഡർ പുരുഷനും വരും, ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നതാണ് അല്ലേ. ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തി എന്ന ഉദ്ദേശത്തിലാണ് ട്രാൻസ്ജെൻഡർ എന്ന ടേം യൂസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ജെൻഡർ പേഴ്സൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019 സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് ഈ രീതിയിലൊരു ഡെഫിനിഷൻ ട്രാൻസ്ജെൻഡർ എന്ന ടേമിന് കൊടുത്തിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ന്യൂനപക്ഷം എന്ന ടേം മൊത്തം ജനസംഖ്യയിൽ ടോട്ടൽ പോപ്പുലേഷനിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗക്കാർ, അതാണ് മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ? ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇനി ഈ ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ഒരു വാർത്ത തന്നിട്ടുണ്ട്, വായിക്കാം. ഇച്ഛാശക്തിയുടെ വിജയം. ഇരുട്ട് പടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിനും. ചക്രക്കസേര ഒരു പരിമിതി അല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രക്കസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാവാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയം ജോസിന് 17-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിൻ്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് 11 വയസ്സുവരെ കാഴ്ച ഉണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് പഠനത്തിൽ മിടുക്കികളായ 3 പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത്. നമുക്കൊക്കെ വളരെ മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറിയാണ് ശാരദയുടെയും ഹുസ്നയുടെയും ഫെബിൻ്റെയൊക്കെ സ്റ്റോറി അല്ലേ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് കൂടി അവരെന്ത് ചെയ്തു, സർക്കാർ സർവീസിൽ അധ്യാപകരായി പ്രവേശിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കോട്ടയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വരണ്ട, നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ശാരീരിക സവിശേഷതകൾ മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടേം കേട്ടോ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന ടേമാണ് നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടേം. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. ഇവിടെ നോക്കൂ, പാരാലിമ്പിക്സ്. എന്താണ് പാരാലിമ്പിക്സ്? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. 1948 പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത്. അപ്പം ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. നിലവിൽ വന്നത് 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായിട്ടുള്ള സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം ഏത്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. എന്താണ് പാരാലിമ്പിക്സ്? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. ഓക്കെ അല്ലേ? ഇനി വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ദളിതരുടെ ചോദിക്കട്ടെ, ദളിതർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ദളിതർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര്?
ഓക്കെ. ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു, ഇന്ത്യയിലെ അരികുവൽക്കരണ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനയിലൂടെ അവതരിപ്പിച്ചു, അവരുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊണ്ടു. ഇനി ഇവിടെ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് വരുന്നത്. കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് അനുച്ഛേദം 14. ഇനി മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 15. നോക്കിയേ, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം, 5 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഈ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 15. 15 ആർട്ടിക്കിൾ 15 5 കാര്യങ്ങളുടെ പേരിലാണ് വിവേചനം പാടില്ല എന്ന് പറയുന്നത്. ഏതൊക്കെയാ? മതം, ജാതി, വംശം, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? അനുച്ഛേദം 15. ഓക്കെ അല്ലേ? ഇനി എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? എന്തൊക്കെയായിരിക്കും റീസൺസ്? വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്, അതുപോലെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുക. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ആണ് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തത്? വിവേചനങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കൊണ്ടുവന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലേ? മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ് എന്നുള്ളത്. അതുപോലെ ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1955 ആണ്. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. ആ ഒരു നിയമത്തിന്റെ പുതിയ പേരാണ് എന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നുള്ളത്. അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു, ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർട്ടിക്കിൾ 14 എന്താണ്? തുല്യത, എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്നു. ആർട്ടിക്കിൾ 15 5 കാര്യങ്ങൾ: മതം, വംശം, ജാതി, മതം, ജാതി, വംശം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. ആർട്ടിക്കിൾ 17 നമ്മൾ പറഞ്ഞു എന്താണ്? അയിത്ത നിർമ്മാർജ്ജനം. പിന്നെ 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. പിന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം 1989 പട്ടികജാതി പട്ടികവർഗ നിയമം, അതായത് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടൊരു നിയമം വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലകൊള്ളുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഒക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വേണം, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ വേണം, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം വേണം, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്തുവാനുള്ള നടപടികളെല്ലാം എടുക്കേണ്ടതാണ്. അപ്പോൾ ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പഠിച്ചത് എന്താണ് അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ? അതിന് കാരണമാകുന്നത് എന്തൊക്കെ അല്ലെ? പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു അരികുവൽക്കരണത്തിൽ പെട്ടുപോയിട്ടുള്ള കുറേ ജനവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഗോത്ര ജനത, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ അതുപോലെ ആരാണ് ജയിൽ മോചിതരായിട്ടുള്ള ആളുകൾ, ഒരുപാട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനെതിരെ ഒക്കെ പ്രവർത്തിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ കുറച്ച് നിയമങ്ങളും ആർട്ടിക്കിളും
എക്സാമ്പിളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ലെസൺ ആണ് 7th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഇനി ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നമ്മുടെ ന്യൂ SCERT റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓൾഡ് SCERTയിലെ 2 ലെസൺസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ് കേരള ഹിസ്റ്ററിയുമായി റിലേറ്റഡ് ആയിട്ട്. ഒന്ന് നവകേരള സൃഷ്ടിക്കായി, 2 കേരളം ആധുനികതയിലേക്ക്. ഇത് SCERT സീരീസ് ഹിസ്റ്ററി എന്ന പ്ലേലിസ്റ്റിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ 2 ലെസൺസ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വിട്ടു പോകണ്ട. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്